നമ്മുടെ സ്പൈഡർമാനെ എന്തായാലും ഇപ്പോൾ എം ജെക്ക് നെഡിനൊന്നും ഓർമ്മയില്ല. പക്ഷേ എങ്ങാനും ഇനി നമ്മുടെ സ്പൈഡർമാനും എം ജെ ഒന്നിക്കൂ. എം ജെക്ക് നമ്മുടെ സ്പൈഡർമാനെ ഓർമ്മയില്ലെങ്കിലും ഇവർ തമ്മിൽ ഇപ്പോഴും എന്തോ ഒരു കണക്ഷൻ ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മുടെ സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിൽ തന്നെ പീറ്റർ പാർക്കർ എം ജെയുടെ കയ്യിൽ ഒരു ബ്ലാക്ക് ഡാലിയ നെക്ലേസ് കൊടുക്കുന്നുണ്ട്. അതേ സെയിം നെക്ലേസ് തന്നെ നോവേ ഹോമിൽ അതിൻ്റെ ഒരു 2-3 പെറ്റൽസൊക്കെ പോയിട്ട് സ്റ്റിൽ നമ്മുടെ എം ജെ അത് ഇട്ടുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. അതേ സെയിം ബ്ലാക്ക് ഡാലിയ നെക്ലേസ് തന്നെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ ട്രെയിലറിൽ നമ്മുടെ എം ജെനെ കാണിക്കുമ്പോൾ വീണ്ടും ഒരു പെറ്റലൊക്കെ പോയിട്ട് നമ്മുടെ എം ജെയുടെ കൈത്തിലുള്ളതായിട്ട് കാണാൻ പറ്റും. അതായത് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം സ്റ്റിൽ നമ്മുടെ പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്നുള്ള കാര്യം എം ജെക്ക് അറിയില്ലെങ്കിലും ഇപ്പോഴും നമ്മുടെ പീറ്റർ പാർക്കർ എന്തോ ഒരു കണക്ഷൻ എം ജെക്ക് ഈ സ്പൈഡർമാനുമായിട്ടുണ്ട്. എം ജെയുടെ വീട്ടിലുള്ള ആ മൊത്തം പോസ്റ്റേഴ്സും കണ്ടാൽ തന്നെ മനസ്സിലാവും എം ജെ സ്പൈഡർമാൻ്റെ ഒരു വലിയ ഫാനാണ്. ഒരു പക്ഷേ ഈ ബ്രാൻഡ് ന്യൂ ഡേയിൽ നമ്മുടെ സ്പൈഡർമാൻ ഒരു റൂഫ് ടോപ്പിൽ വെച്ചിട്ടുള്ള ഒരു സീനൊക്കെ ആ ബ്രാൻഡ് ന്യൂ ഡേയുടെ ട്രെയിലറിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മുടെ സ്പൈഡർമാൻ എല്ലാ കാര്യങ്ങളും എം ജെയുടെ അടുത്ത് പറയാനും അല്ലെങ്കിൽ നമ്മുടെ എം ജെക്ക് എന്തോ സംഭവിച്ചു ഒരു അത്ഭുതം നടന്നു എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഓർമ്മ വരാനും ചാൻസ് ഉണ്ട്. കാരണം കോമിക്സിൽ ഇതേപോലെ ഒരു സ്പെല്ലിട്ടിട്ട് പക്ഷേ അവിടെ സ്പെല്ലിടുന്നത് മെഫിസ്റ്റോ ആണ്. അങ്ങനെ മെഫിസ്റ്റോ നമ്മുടെ പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്നുള്ള കാര്യം എം ജെക്കൊക്കെ മറന്നിട്ടുണ്ടാവും. ഇവരുടെ പ്രേമം തന്നെ ഇല്ലാതായിട്ടുണ്ടാവും. അങ്ങനെ അവസാനം എന്നിട്ട് വീണ്ടും ഇവരുടെ ഈ പ്രേമത്തിൻ്റെ ഈ തീവ്രത കാരണം ഇവർ വീണ്ടും ഒന്നിക്കുന്നുണ്ട്. അതേപോലെ ചിലപ്പോൾ ഈ പടത്തിലും സംഭവിച്ചേക്കാം.